ഹായ് എവരിവൺ. ദേവനന്ദയ്ക്ക് നീറ്റ് 2026 606 എന്ന ഉജ്ജ്വല സ്കോറാണ് നേടാൻ സാധിച്ചത്. പാലായിലെ എ ബ്ലോക്കിൽ റിപ്പീറ്റർ ആയിട്ട് പഠിക്കുകയായിരുന്നു ദേവനന്ദ. ആലപ്പുഴയിൽ നിന്നുമാണ് ദേവനന്ദ വരുന്നത്. നമുക്ക് ദേവനന്ദയുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ എവ്രിവൺ, ഞാൻ ദേവനന്ദ പ്രവീൺ. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഈ കഴിഞ്ഞ റീനീറ്റ് 2026 606 മാർക്കും 8230 ഓൾ ഇന്ത്യ റാങ്കും ഞാൻ കരസ്ഥമാക്കി. ഇവിടെ ബ്രില്യൻറ്റിന്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ അച്ഛൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ഒരു സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസും. എനിക്കൊരു ചേട്ടനുണ്ട്. അദ്ദേഹം LLB ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ ഈ വിജയത്തിൽ എൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ ഫുൾ സപ്പോർട്ടുമായിട്ട് ബ്രില്യൻറ്റ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡയറക്ടറായിരുന്ന ജോർജ് സർ, എൻ്റെ ക്ലാസ് ടീച്ചർ ജോസ്ലിൻ മാം, അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡൻസ്, സെഡർ കോർഡിനേറ്റർ, എല്ലാവരും എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും സഹായം ചെയ്യാൻ റെഡിയായിരുന്നു. അതുപോലെ തന്നെ ബ്രില്യൻറ്റിന്റെ ഫാക്കൽറ്റി, ഓരോ ചാപ്റ്റർ എടുക്കാൻ വന്ന പ്രൊഫസേഴ്സ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാൻ ഒരു മടിയുമില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയി തോന്നിയത് ബ്രില്യൻറ്റിൽ നടത്തിയിരുന്ന മോക്ക് ടെസ്റ്റുകളാണ്. അതുപോലെ തന്നെ ബ്രില്യൻറ്റിന്റെ ലേൺ ആപ്പിൽ ഉണ്ടായിരുന്ന വളരെയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യും. സോ അത് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത്തവണത്തെ നീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് 3 നടന്ന എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു. സോ ഞാൻ അതിന് അത്യാവശ്യം നല്ലൊരു സ്കോറും റാങ്കും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ക്യാൻസൽ ചെയ്തു. അതറിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല സങ്കടം വന്നു. പക്ഷെ എങ്കിലും എൻ്റെ മെന്ററിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ സംസാരിച്ചപ്പോൾ ഓക്കെ ആയി. പിന്നീട് ഇനിയും അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലേക്ക് കടന്നു. അങ്ങനെ ജൂൺ 21 റീനീറ്റും എഴുതി. ആൻഡ് ഫൈനലി അതിന്റെ സ്കോർ കാർഡ് വന്നു. അപ്പോൾ നല്ല സ്കോർ ഉണ്ട്, റാങ്ക് ഉണ്ടെന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാര്യം എൻ്റെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കിട്ടി എന്നുള്ളതില്. സോ ഇനിയുള്ള വർഷങ്ങളിൽ എക്സാംസ് എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മാർക്ക്, മോക്ക് ടെസ്റ്റിലുള്ള മാർക്ക് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. പലപ്പോഴും നിങ്ങൾക്ക് തോന്നും ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അത് ഒരിടത്തും എത്തുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി: നിങ്ങളുടെ ഈ എഫേർട്ടിന്റെ, നിങ്ങളുടെ ഈ ഹാർഡ് വർക്കിന്റെ ഫലം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. സോ കീപ് ഗോയിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.